അർച്ചന, ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ സംഭവവികാസങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഹാജരാകും എന്നാണ് ഷൈനിന്റെ പിതാവ് നേരത്തെ പറഞ്ഞതെങ്കിലും രാവിലെ തന്നെ ഷൈൻ ഹാജരാകാൻ എത്തുന്നു. അതിനുശേഷം മെഡിക്കൽ പരിശോധന, ചോദ്യം ചെയ്യൽ എന്നതൊക്കെ നടക്കുന്നു. പക്ഷേ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുൻപോട്ട് പോവുക എന്ന നീക്കത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. കാരണം മുൻപത്തെ കേസിൽ ഷൈനെ വിട്ടയച്ചതിന്റെ ഒരു തിരിച്ചടി നിൽക്കുന്നുണ്ട് എന്നതുണ്ട്. അന്ന് കൃത്യമായ നടപടികൾക്ക് ക്രമങ്ങൾ പാലിക്കാതെ പോലീസ് നടപടി എടുത്തു എന്ന വിമർശനം UDF കാലത്തെ പോലീസിന് ഉണ്ടായിട്ടുണ്ട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന്. സ്വാഭാവികമായും അതുകൊണ്ട് പഴുതടച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. ഇനിയുള്ള നടപടിക്രമങ്ങൾ തിങ്കളാഴ്ചയാണ് ചോദ്യം ചെയ്യൽ. ഇന്നത്തെ മൊത്തം ഒരു ചിത്രം പറഞ്ഞാൽ കഴിയും. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ കുരുക്ക് അത് കൂടുതൽ മുറുകുകയാണ്. കാരണം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഷൈൻ ടോം ചാക്കോനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത്. 10:30 കൂടിയാണ് ഷൈൻ ടോം ചാക്കോ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യാനായി ഹാജരായത്. തുടർന്ന് 3 ACPമാരുടെ നേതൃത്വത്തിൽ വിശദമായ ചോദ്യം ചെയ്യൽ. ആദ്യഘട്ടത്തിൽ പോലീസ് ചോദിച്ചത് എന്തിനാണ് ഈ ഡാൻസ് ഓഫ് സംഘം അന്ന് എത്തിയപ്പോൾ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയതെന്നാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞത് ഇങ്ങനെ ഗുണ്ടകളാണെന്ന് കരുതി ഭയപ്പെട്ടാണ് ഇറങ്ങി ഓടിയതെന്നാണ്. പിന്നീട് എന്തിനിങ്ങനെ ഒരു ഭീഷണി, എന്തിന് താൻ ഇങ്ങനെ കരുതണമെന്ന് ചോദിച്ചപ്പോൾ അതിനൊന്നും കൃത്യമായി ഷൈൻ ടോം ചാക്കോ ഉത്തരം നൽകിയിട്ടില്ല. തുടർന്നാണ് ഇത്തരത്തിൽ സജീറുമായി ബന്ധമുണ്ടോ എന്ന കാര്യം ചോദിക്കുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിൽ അത് തനിക്ക് അയാളെ അറിയില്ലെന്നും ലഹരി ഉപയോഗിക്കാറില്ലെന്നുമാണ് ഷൈൻ ടോം ചാക്കോ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ കൃത്യമായ വിവരങ്ങൾ പോലീസിന്റെ കൈപ്പക്കലുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ച രേഖകളാണ്. അതിൽ പ്രധാനമായും ഈ സജീറുമായി ഷൈൻ ടോം ചാക്കോ സാമ്പത്തികമായി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തപ്പോൾ ഷൈൻ ടോം ചാക്കോ ഒടുവിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു. തനിക്ക് സജീറിനെ അറിയാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. ഇത് മാത്രമല്ല, അന്ന് മുറിയിലെത്തിയത് ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കാൻ തന്നെയായിരുന്നു എന്നാണ് പിന്നീട് മൊഴി നൽകിയത്. അതായത് താനും തന്റെ സുഹൃത്തും മയക്കുമരുന്ന് ഉപയോഗിക്കാനാണ് അന്ന് മുറിയിലെത്തിയത്. താൻ സ്ഥിരമായി ഇങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിനോട് വ്യക്തമാക്കുകയും ചെയ്തു. ഇങ്ങനെ ഓരോന്നും ഗുരുതരമായി സ്വഭാവമുള്ള കാര്യങ്ങളാണ് ഷൈൻ ടോം ചാക്കോ തുറന്നു പറഞ്ഞത്. മാത്രമല്ല, ആലപ്പുഴയിലെ ഹൈബ്രിഡ്ജ് കഞ്ചാവ് കേസുമായി അറസ്റ്റിലായ യുവതി ഇത്തരത്തിൽ ഷൈൻ ടോം ചാക്കോന്റെ അടക്കം പേരുകൾ പറഞ്ഞിരുന്നു. ഇവർക്കെല്ലാം ലഹരി വിൽപ്പന നടത്താറുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഈ തസ്ലീമയെ തനിക്ക് അറിയാമെന്നും പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നതിന്റെയും ഒപ്പം ലഹരി കച്ചവടക്കാരുമായി ബന്ധമുള്ള എന്ന വിവരങ്ങളാണ് പോലീസിന് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് പ്രധാനമായും ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 20 കേസ് വകുപ്പുമായി ബന്ധപ്പെട്ട് 27, 29 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഈ വകുപ്പുകൾ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ്. അതുകൊണ്ടാണ് ഇന്ന് ജാമ്യത്തിൽ വിട്ട് ഇനി അടുത്ത ദിവസം, അതായത് 21-ാം തീയതി ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും വിശദമായി ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്തു. കൂടാതെ സജീറിന്റെ അടക്കമുള്ള അറസ്റ്റിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ നീങ്ങുകയാണ്. സജീറിനെ ഉടൻ തന്നെ വിളിപ്പിച്ച് ഇത്തരത്തിൽ ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇനി ഉണ്ടാകുക. എന്തായാലും പഴുതടച്ച അന്വേഷണം അത് തന്നെയാണ് മുന്നോട്ടും ഉണ്ടാകുക. ഇത്രയും നിർണായകമായ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭിക്കാൻ കാരണവും പോലീസിന്റെ നിർണായകമായ ഇടപെടലാണ്. കാരണം അന്ന് ഷൈൻ ടോം ചാക്കോ ഓടി രക്ഷപ്പെട്ടത് മുതൽ കൃത്യമായി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ശേഖരിച്ചിരുന്നു. കഴിഞ്ഞ 1 മാസ കാലയളവിൽ ഷൈൻ ടോം ചാക്കോ എന്തൊക്കെ ചെയ്തിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ, അതായത് ഏതൊക്കെ ഹോട്ടലിൽ താമസിച്ചു, ആരൊക്കെ കണ്ടു, ആരൊക്കെയായി ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തി തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചുകൊണ്ടാണ് ഇന്ന് ഷൈൻ ടോം ചാക്കോനെ ചോദ്യം ചെയ്തത്. ഇതിൽ ഷൈൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടി എന്നതോ ഷൈൻ മാത്രം ലഹരി ഉപയോഗിച്ചു എന്നതു മാത്രമല്ലാതെ പല കണ്ണികളും ഇതിൽ ചേർക്കപ്പെടുന്നു എന്നതുണ്ട്. ഈ ലഹരി ഉപയോഗത്തിന്റെ, ലഹരി വ്യാപാരിയുമായി ഷൈനിലുള്ള ബന്ധം മൊഴിയിലൂടെ പുറത്തു വരുന്നുണ്ട്. ഒപ്പം ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാനിരിക്കുകയാണ്. അതിലെ പ്രതി, അകത്തുള്ള പ്രതി തസ്ലീമയുമായി ബന്ധമുണ്ട്, തസ്ലീമയെ വിളിച്ചിട്ടുണ്ട് എന്നുള്ള മൊഴി കൂടി ഷൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോ ഈ കേസിന്റെ വ്യാപ്തി കൂടുകയാണല്ലോ. തീർച്ചയായും അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അന്വേഷണവുമായി സംഘം മുന്നോട്ട് പോകുന്നതും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലഹരി സംഘങ്ങളുമായി ഷൈൻ ടോം ചാക്കോന് നിരന്തരം ബന്ധങ്ങളുണ്ട് എന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്കറിയാം, നേരത്തെ 2015 ഒരു ലഹരി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ നാടൻ കൊക്കൈൻ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായതാണ് ഷൈൻ ടോം ചാക്കോ. അതിനുശേഷം വീണ്ടും ഇത്തരത്തിലുള്ള ലഹരി കേസുമായി അറസ്റ്റിലാകുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിൽ ലഹരി സംഘങ്ങളുമായി ഷൈൻ ടോം ചാക്കോന് ബന്ധമുണ്ട് എന്നാണ്. അത് മാത്രമല്ല, ഇത്തരത്തിൽ ഈ സജീറിന് ഇത്തരത്തിൽ 20,000 രൂപ അയച്ചു കൊടുത്തതിന്റെ എല്ലാം തന്നെ രേഖകൾ പോലീസിന് കിട്ടിയിട്ടുമുണ്ട്. ഇത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ അന്വേഷണം
മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗൗരവം ഉൾക്കൊണ്ട് തന്നെയാണ് ആദ്യഘട്ടം മുതൽ പോലീസ് ഈ കേസിനെ കണ്ടെത്തും. ഇനി പ്രധാനമായും ആർക്കൊക്കെയാണ് ഇതുമായി ബന്ധം, അതായത് ലഹരി സംഘങ്ങളുമായി ബന്ധമുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും. മാത്രമല്ല സിനിമാ സെറ്റുകളിലടക്കം ഇത്തരത്തിൽ ലഹരി എത്തുന്നുണ്ട് എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഇങ്ങനെ ആരൊക്കെയാണ് ഇത്തരത്തിൽ ഈ ലഹരി സംഘങ്ങളായി പ്രവർത്തിക്കുന്നത്, ആർക്കൊക്കെയാണ് ഷൈൻ ടോം ചാക്കോയുമായി ബന്ധമുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കും. അതിൽ സജീറിന്റെ ചോദ്യം ചെയ്യൽ ഏറ്റവും നിർണായകമാകും. സജീർ നൽകുന്ന വിവരങ്ങൾ അതിൽ പ്രധാനപ്പെട്ടതാകും. മാത്രമല്ല വൈദ്യപരിശോധന അടക്കം ഇന്ന് പൂർത്തിയായിട്ടുണ്ട്. ഇതിൽ കൃത്യമായ തെളിവ് ഇതുമായി ബന്ധപ്പെട്ട് നൽകാനും കഴിയും. കാരണം അന്ന് ലഹരി ഉപയോഗിച്ചത് ഷൈൻ ടോം ചാക്കോന്റെ മൊഴി മാത്രമാണ്. ഇതിൽ പരിശോധന റിപ്പോർട്ട് വരുമ്പോൾ അത് തെളിയുക കൂടെ ചെയ്യുമ്പോൾ ഈ കേസിന്റെ വ്യാപ്തി കുറച്ചുകൂടി കൂടും. അതുകൊണ്ട് തന്നെ ഇത്തരം വിവരങ്ങൾ പ്രധാനമായും ശേഖരിക്കുക എന്നതാണ് പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൽ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട ലഹരി സംഘങ്ങൾ എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിന്റെ തെളിവുകൾ ശേഖരിക്കുകയാണ് ഇനിയുള്ള പോലീസിന്റെ ദൗത്യം. ഇനി വരുന്ന ചോദ്യം ചെയ്യലും ഇത്തരം വിവരങ്ങൾ തന്നെയായിരിക്കും പോലീസ് ശേഖരിക്കുക. അതിൽ പ്രധാനമായും സജീറിന്റെ ഇടപെടലും ഒപ്പം ഈ തസ്ലീമയുടെ ഇടപെടലെല്ലാം തന്നെ നിർണായകമാകും. അവരെല്ലാം തന്നെ വിശദമായി ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. മാത്രമല്ല സിനിമാ സെറ്റുകളിൽ സിനിമാ പ്രവർത്തകരടക്കം ഇത്തരത്തിൽ ലഹരി എത്തിക്കുന്നുണ്ട് എന്ന കാര്യങ്ങളടക്കം ഷൈൻ ടോം ചാക്കോ ഈ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ പോലീസ് പരിശോധിക്കും. ആർക്കൊക്കെയാണ് എവിടെ നിന്നൊക്കെയാണ് ഇങ്ങനെ ലഹരി എത്തുന്നത് സംബന്ധിച്ച കാര്യങ്ങളാണ് പോലീസ് എന്തായാലും ഇത് സംബന്ധിച്ച് വിശദമായി പരിശോധിക്കുക. എന്തായാലും ഏറ്റവും പ്രധാനമായും ഷൈൻ ടോം ചാക്കോ ഇതൊരു താൽക്കാലികമായ ആശ്വാസം മാത്രമാണ് ഈ ജാമ്യം എന്ന് പറയുന്നത്. എന്നാൽ കൂടുതൽ കുരുക്കിലേക്ക് ഷൈൻ ടോം ചാക്കോ പോവുകയാണ് എന്താണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രമല്ല ഗുരുതരമായ വകുപ്പുകൾ കൂടി ഇനി ചുമത്താനുള്ള സാധ്യത കൂടി മുന്നിലുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലേക്കുള്ള ഒരു കുരുക്കിലേക്ക് ഷൈൻ ടോം ചാക്കോ പോകുന്നതാണ് ഈ ഘട്ടം കാണുന്നത്. അർച്ചന സൂചിപ്പിച്ചതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോയുടെ കുരുക്ക് അത് മുറുകുകയാണ്. ഷൈൻ അങ്ങനെ ഷൈൻ ചെയ്യേണ്ടതെന്നാണ് അന്വേഷണ സംഘത്തിന്റെയും ഒരു തീരുമാനം എന്നുള്ളത്. പഴുതടച്ച അന്വേഷണമാണ്. 21-ാം തീയതി അടക്കം ഈ രാസപരിശോധനാ ഫലം വരാൻ പോകുന്നു. അത്തരത്തിൽ എല്ലാ രീതിയിലും പഴുതടച്ച അന്വേഷണമാണ്. തുടക്കം മുതലുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇത്തരത്തിലൊരു അറസ്റ്റിലേക്കൊക്കെ തന്നെ നീങ്ങുന്ന ഒരു ഘട്ടത്തിലും പോലീസിന്റെ കയ്യിൽ ആവശ്യത്തിന് തെളിവുകളുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനം. അത്തരത്തിൽ എല്ലാ രീതിയിലും മികവുറ്റൊരു പ്രവർത്തനം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ പോലീസ് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് കൂടി എടുത്തു പറയാം. ഇത്തരം കേസുകളിൽ ശാസ്ത്രീയമായ തെളിവുകൾ എന്നത് നിർണായകമായ സംഗതിയാണ്. രക്തപരിശോധന, സ്രവ പരിശോധനയ്ക്കൊക്കെ സാമ്പിളുകൾ എടുത്തു കഴിഞ്ഞു. അതിൻ്റെയൊക്കെ റിസൾട്ട് വന്നതിന് ശേഷം വേണം വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ. ഇതിൽ ലഹരി ഉപയോഗിച്ചെന്ന് മാത്രമല്ല ഗൂഢാലോചന എന്നതുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷൈനിനെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ആ തരത്തിലുള്ള അന്വേഷണങ്ങൾ വിപുലമായി നടക്കേണ്ടതുമാണ്. അപ്പോൾ അർച്ചന വിനോദാണ് ആ വാർത്തയിൽ വിശദമായ വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകിയത്.